ഇവന്റെ ഭാര്യയ്ക്ക് ആരോടോ പ്രേമമുണ്ടെന്ന് പറഞ്ഞു കേട്ട് ഭാര്യയുടെ അടുത്തുള്ള ദേഷ്യം അവ ഒരുപാട് പെണ്ണുങ്ങളെടുത്ത് തീർക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങളെല്ലാം ഇവന്റെ അടുത്ത് ചാറ്റ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഇവൻ അവരുടെ അടുത്തുള്ള ഇൻട്രസ്റ്റ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ വിശാൽ മീഡിയക്കാരനായ ഫക്രുദ്ദീൻ പന്താവൂരിൻ്റെ ചാനലിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചാനൽ പൂട്ടി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹത്തിന് വ്ളോഗ് ചെയ്യാൻ കഴിയാത്തവണ്ണം അദ്ദേഹം ഒട്ടനേകം നൂലാമാലകൾ, കേസിൻ്റെ നൂലാമാലകൾ വെറുതെ എങ്കിലും പറഞ്ഞുണ്ടാക്കിയ ഏതോ ഒരു സ്ത്രീക്കെതിരെ അപവാദ പ്രചരണം നടത്തി. സാധാരണ യൂട്യൂബിൽ എന്തെല്ലാം ആണ് പറയുന്നത്, യൂട്യൂബിൽ പറയുന്നതിനൊക്കെ വല്ല ഇതുമുണ്ട്. കേട്ട പാട് കേൾക്കാത്ത പാതി, കൂടുതൽ റീച്ചിന് വേണ്ടിയൊക്കെ തന്നെയാണ് എല്ലാവരും വ്ളോഗ് ചെയ്യുന്നത്. ഈ പറയുന്ന ഈ സമയത്ത് ഒന്നിച്ചു നിൽക്കേണ്ട, ഞാൻ പറഞ്ഞില്ല, ആശയപരമായിട്ട് ഫക്രുദ്ദീൻ പന്താവൂരുമായിട്ട് എനിക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു ലോക കൊലയാളിയെ പോലെ അവഹേളിച്ച് അപമാനിച്ച് കൈകളിൽ മാത്രം എന്തോ ചെയ്തിട്ടില്ല, ആമം വെച്ചിട്ടില്ല എന്ന് മാത്രമുള്ളൂ. അഥവാ കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിൽ നടന്നു പോകുന്നത് ഒരു പോലീസ് മുഖത്ത് പോലും ഒരു മാസ്ക് ഇട്ട് അദ്ദേഹത്തിന് നടക്കേണ്ട ഗതികേട് 2 ആഴ്ചയിലേറെയായി കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. നോക്കൂ. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സംഘികളായ VK ബൈജു, ജാമിദ, മുസംഘികൾ, ആരിഫ്, നോക്കണം, ഒട്ടനേകം മുസ്ലിം ഉമ്മത്തുകളെ, മുസ്ലിം പ്രവാചകന്റെ ഭാര്യമാരെ പോലും അവഹേളിച്ച്, അത് സ്ത്രീകളല്ലേ, ഇവിടെയുള്ള സത്യവിശ്വാസികളെ മുഴുവനും അവഹേളിക്കുക, ഇതിനൊന്നും എതിരെ കേസെടുക്കുക ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രിസംഗിക്കും ഈ മുസംഗിക്കും ഈ സംഘികൾക്കും അനുകൂലമായ ഒരു എന്താ പറയുക, ഒരു ജന ഇവരൊക്കെ ചെയ്യുന്നത്, ഈ മുസ്ലിങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഇതൊക്കെ അറിയിക്കുന്നു എന്ന രീതിയിൽ അതോടെ ഒരു സിമ്പതി സമൂഹമാക്കിയിട്ട് ഈ വർഗീയവാദികളെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഈ മുസ്ലിങ്ങൾ മുഴുവനും ഒരു തരം വർഗീയവാദികളും ഭീകരവാദികളുമാണെന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിലുള്ള കേസുകൾ എടുത്തുകൊണ്ട് ഇവരെ അപമാനിക്കുകയാണ് സമൂഹ മധ്യത്തിൽ. അപ്പോൾ ഈ കിട്ടിയ ചാൻസ് ആര് ഉപയോഗപ്പെടുത്തുന്നു, അതാണ് നോക്കേണ്ടത്. വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രതികരണങ്ങൾ വളരെയധികം മാന്യമായിരിക്കണം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, എൻ്റെ ഈ ചാനലിൽ ചില സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് അവരെക്കുറിച്ച് വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങളല്ല. ഈ സംഭവത്തെ ഞാൻ ഏറ്റവും സങ്കടകരമായിട്ട് കാണുന്നത്, ഈ ഷംനാദ് ഷഹീൻ എന്ന പേരായിട്ടുള്ള വ്ളോഗർ, അദ്ദേഹം സത്യത്തിൽ ഒരു ഇസ്ലാമിക കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഈ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അദ്ദേഹം പകപോക്കൽ നടക്കുക. കേവലം എൻ്റെ ചാനലിൻ്റെ തമ്പനയിൽ എടുത്തുകൊണ്ട് അദ്ദേഹം 2 മാസം മുമ്പ് എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി എന്നൊക്കെ ഇപ്പോൾ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമായിട്ട് കാണുന്നത്. കാരണം തൻ്റെ വ്യക്തിപരമായി എന്തോ ആരുടെ തമ്പനയിലാണ്, ആരുടെ കണ്ടന്റാണ് എടുക്കാത്തത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. സാധാരണ അത് എടുക്കാറുമുണ്ട്. അതൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല താനും. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക പ്രതികാര ബുദ്ധിയൊന്നുമില്ലാത്ത മനുഷ്യന്മാർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം അതൊന്നും ചെയ്യേണ്ട അവരല്ല. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു വാക്ക്, അതാണ് ഞാൻ ഏറ്റവും എന്നെ സങ്കടപ്പെടുന്നത്. നിങ്ങളിതൊന്ന് കേട്ട് നോക്കൂ. നമുക്ക് ഏതൊരു വിഷയത്തിലും നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താം. പക്ഷെ ആ ഒരു അഭിപ്രായങ്ങൾ വളരെയധികം മാന്യമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം. ഇയാൾ ഏകദേശം എനിക്ക് തോന്നുന്നു 1-2 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ തംബ്നെയിൽ എടുത്തുകൊണ്ട് ഇദ്ദേഹം ഒരു കണ്ടന്റ് ഉണ്ടാക്കി. ഞാൻ ഏത് കണ്ടന്റാണ് എന്നുള്ളതൊന്നും ഞാനിപ്പോൾ വീണ്ടും എടുത്ത് ആ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും എടുത്തിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഇൻഫ്ലുവൻസറാണ്. ആ ഇൻഫ്ലുവൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കണ്ടന്റിൽ അതിൻ്റെ തംബ്നെയിൽ എടുത്തിട്ട് ഇദ്ദേഹം എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. എൻ്റെ പേരോ എൻ്റെ ചാനലോ പറഞ്ഞിട്ടില്ല, പക്ഷേ ആ ഒരു തംബ്നെയിൽ കാണുന്നവർക്ക് മനസ്സിലാകും എന്താ അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ഫേക്ക് ന്യൂസ് ഒന്നുമല്ല. സാധാരണ രീതിയിൽ ഫേക്ക് ന്യൂസുകളൊക്കെ വരാം. പക്ഷേ ഈ വിശാൽ മീഡിയക്കാരനെതിരെ ഈ വന്നിട്ടുള്ളത് ഫേക്ക് ന്യൂസ് അല്ല, സത്യമായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. എന്നാലും അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ വരട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നുമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഫേക്ക് ന്യൂസ് അല്ല എന്ന് പിന്നെ മൂപ്പർക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ഓഹരി കിട്ടിയോ? ഇതൊക്കെ സത്യമായിട്ടുള്ള ന്യൂസാണ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇദ്ദേഹം അതികഠിനമായിട്ടുള്ള നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി തൻ്റെ വ്ളോഗുകളൊക്കെ ഞാൻ എല്ലാവരോടും സഹോദരി എന്നാണ് സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നത്. ഇനി വേറെ വളരെ മാന്യമായിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം ആവട്ടെ എങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ പിന്നെ ചെയ്യുന്ന വ്ളോഗുകളൊക്കെ എങ്ങനെ ആരെയും നിന്ദിച്ചുകൊണ്ട് എല്ലാവരെയും സഹോദരി സഹോദരന്മാരെ എന്ന് ചിലർ അഭിസംബോധന ചെയ്യും.
ചിലർ സുഹൃത്തുക്കളെ എന്ന് പറയും, ചിലർ ഗെയ്സ് എന്ന് വിളിക്കും, ചിലർ അസ്സലാമു അലൈക്കും എന്ന് പറയും, ചിലർ മാന്യ സുഹൃത്തുക്കളെ എന്തൊക്കെ. ഇതിലിപ്പോൾ എന്താ പ്രശ്നം? ഞാൻ മാത്രം ഇങ്ങനെ ഒരു സഹോദരി എന്ന് വിളിച്ചുകൊണ്ടാണ് ആ സ്ത്രീകളോട് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ചാൻസിൽ എന്താ? തന്നെ പൊക്കുകയും തൻ്റെ സഹോദരനെ നിന്ദിക്കുകയും ചെയ്യാനുള്ള ഒരു ചാൻസും, മാത്രമല്ല പ്രതികാര ബുദ്ധി. 2 മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ തമ്പനയിലെടുത്ത് ഉപയോഗിച്ചു എന്ന പേരിൽ അവിടെ പ്രതികാര ബുദ്ധി. നോക്കട്ടെ, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഈ അവസരത്തിൽ പോലും മനുഷ്യൻ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവിടെ മനുഷ്യൻ്റെ ഈ അനൈക്യത്തിൽ നിന്നാണ് നിങ്ങളുടെ കാറ്റ് പോകുമെന്ന് അള്ളാഹു സൂറത്ത് അംഫാൽ 8:36 വചനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ നിസാര പ്രശ്നങ്ങളൊക്കെ എടുത്ത്, അഥവാ ഈ സംഘികൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത്, കൃസംഘികൾക്കും മുസംഘികൾക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത് നിങ്ങളിങ്ങനെ ഭിന്നിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കാറ്റ് പോകുമെന്ന് ഈ അൻഫാൽ എന്ന സൂറത്തിലെ 36 വചനത്തിൽ ഇങ്ങനെ പറയേണ്ടി വന്നത്. അത് സത്യമാണ്. അപ്പോൾ കിട്ടുന്ന ചാൻസ് ഒന്നും പൊറുക്കാനും മറക്കാനും പരസ്പരം കഴിയാതെ, അത് ഫേക്ക് ന്യൂസ് അല്ല, സത്യ ന്യൂസാണ്. അദ്ദേഹം സ്ത്രീകളെ അവഹേളിച്ചിട്ടുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ചില കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുകയാണ്. അപ്പം എന്താ പേടിക്കുകയാണ്? കാരണം ഞാൻ അങ്ങനെ ഒന്നുമല്ല, എൻ്റെ ചാനലൊന്നും ബാൻഡ് ചെയ്യരുത് അല്ലെങ്കിൽ നിരോധിക്കപ്പെടേണ്ടതല്ല. എനിക്കൊക്കെ എന്നും സേഫായിട്ട് ഇങ്ങനെ വ്ളോഗ് മുന്നോട്ട് പോയി ചെയ്യാം. എൻ്റെ തടിയൊന്നും കേടാവാതെ മറ്റുള്ളവരൊക്കെ പോയി എല്ലാവരുടെ ചാനൽ നിർത്തിയാലും തൻ്റേത് ബാക്കിയാകുമല്ലോ എന്ന്, എന്താ പറയുക, ഞാനും ഒരു തട്ടാനും എൻ്റെ ഭർത്താവും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ 3 ആൾ മതി ലോകത്ത് എന്ന ചിന്തയാണ് ഈ ഷംനാട് ഷഹീൻ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. ഞാനൊക്കെ വളരെ മാന്യമായിട്ടാണ്. തനിക്കൊന്നും ഇനി യാതൊരു തടിക്ക് കേടും വരില്ല. തൻ്റെ ചാനൽ ഇങ്ങനെ കിയാമം വരെ നിലനിന്ന് കിട്ടും. അതിന് ആരൊക്കെ എങ്ങനെയൊക്കെ സുഖിപ്പിക്കണോ, സംഘികളെ സുഖിപ്പിക്കണമെങ്കിൽ അങ്ങനെ, പ്രാദേശിക ഭരണകൂടത്തെ സുഖിപ്പിക്കണമെങ്കിൽ അങ്ങനെ, തടിക്ക് കേടാവാത്ത രീതിയിലുള്ള സുരക്ഷിതത്വങ്ങളൊക്കെ കൊണ്ട് നടന്ന് മറ്റു സഹോദരനെ അവരെന്നെ നിന്ദിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്ന അവസ്ഥ. ആലോചിച്ച് നോക്കിയേ മനുഷ്യരെ, നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ എന്നെ അവർ ഒരു പ്രധാന, എന്താ പറയുക, ജർമ്മനിയിലെ ഒരു മുഖ്യ പ്രൊട്ടസ്റ്റന്റ് പുരോഹിതൻ ആ പറയുന്ന നാസികളുടെ ഭരണകാലത്തെക്കുറിച്ച് പറയുന്നത് പോലെ ഞാൻ സേഫാണ്, അഥവാ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെ അല്ലേ അവർ പിടിച്ചു കൊണ്ടുപോയത്, അവർ കത്തോലിക്കനെ അല്ലേ പിടിച്ചു കൊണ്ടുപോയത്, അവർ ജൂതന്മാരെ അല്ലേ പിടിച്ചു കൊണ്ടുപോയത്, ഞാൻ അവരുടെ കാര്യത്തിലൊന്നും ഇടപെട്ടില്ല, അപ്പോൾ എനിക്ക് സുരക്ഷിതത്വമായിരിക്കും എന്ന് വിചാരിച്ചു പറഞ്ഞ പോലെ, അതായത് ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് വിദഗ്ധനും എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.